മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലമ്പൂരിൽ ജയിക്കുമെന്ന് UDF ഇത്ര ഉറപ്പോടെ പറയുന്നത് എന്തുകൊണ്ടാണ്? താഴത്തുനിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ആണ് അതിന് കാരണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുക്കുന്നത് ബൂത്ത് കമ്മിറ്റികളല്ലേ. ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്കനുസരിച്ച് കംഫർട്ടബിൾ മെജോറിറ്റി UDFന് ഉണ്ടാവും എന്നാണ്. അതാണ് ഇങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ള യുനാനിമസ് ആയിട്ടുള്ള അഭിപ്രായം വരുന്നതിൻ്റെ കാരണം. ഏതെങ്കിലും അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. UDFിൻ്റെ വോട്ട് ചോർന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. LDF പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അൻവറിന് വേണ്ടി ലീഗ് ശക്തമായ നിലപാടെടുത്തിട്ടും അത് അംഗീകരിച്ചില്ല. അതിൽ അണികൾക്ക് പ്രതിഷേധമുണ്ട്. അത് അൻവറിന് അനുകൂലമായിട്ട് വോട്ടായി മാറും എന്നൊരു കണക്ക്, അല്ലെങ്കിൽ ആ ഒരു കണക്കൂട്ടൽ അവർക്കുണ്ട്. അല്ല, അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം കൊണ്ടൊരു കാര്യമില്ല. കാരണം ഞങ്ങളുടെ വോട്ട് ചോരൽ പതിവില്ല. ഞങ്ങളുടെ വോട്ട് രാഷ്ട്രീയ തീരുമാനം എടുത്ത പോലെ എല്ലാവർക്കും കിട്ടും. അതല്ലാത്തൊരു സ്ഥിതിവിശേഷം ഈ കാര്യത്തിലും ഉണ്ടാവില്ല. കാരണം ലീഗ് പറയാനുള്ളത് UDFിൽ ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ UDF ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതാണ് ഞങ്ങളുടെ രീതി. BJPയിൽ നിന്നൊരു വോട്ട്, വലിയൊരു ശതമാനം വോട്ട് CPMന് അനുകൂലമായിട്ട് മാറി എന്ന തരത്തിലൊരു വിലയിരുത്തലും വരുന്നുണ്ട്, പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റികളിൽ നിന്ന്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്? അല്ല, കമ്മ്യൂണിറ്റി വൈസ് ഒന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അത് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഏത് വോട്ട് എങ്ങോട്ട് മാറി എന്നുള്ളത് ഇനി ബൂത്ത് തലത്തിൽ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ അവർ തമ്മിൽ ഉള്ള സഹകരണവും നിസ്സഹകരണവും ഒക്കെ പ്രകടമാകുന്ന മണ്ഡലമാണ് നിലമ്പൂർ. ഇതൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. അതേപോലെ തന്നെ UDFിന് അനുകൂലമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ചില വോട്ടുകൾ, മുസ്ലിം സാമുദായിക സംഘടന വോട്ടുകൾ, അത് കിട്ടാതിരിക്കുകയോ ജമാഅത്തെ വിഷയത്തിൽ ചൊല്ലി? ഇല്ല, അങ്ങനെ ഒരു വിഷയം അവിടെ വന്നേ ഇല്ലല്ലോ. ഇപ്പോൾ മീഡിയയിലൊക്കെ ഇത് വലിയ ചർച്ചയാക്കാൻ നോക്കിയിട്ടും ആരും മതസംഘടനകളൊന്നും വലിയ തോതിൽ ആ വിഷയത്തിൽ പ്രതികരിച്ചില്ലല്ലോ. ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത്രയും കാലം ഇടതുപക്ഷം കൂട്ടിയിരുന്നതാണ്. ഇപ്പോൾ അവർ സ്വയം പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. സത്യം മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. അതൊരു വിഷയമായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ എവിടെ? അല്ല, അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും കാണാവുന്നതല്ലേ, UDFന് ഇപ്പോൾ അവിടെ ഒരു മേൽക്കൈ വന്നതിൻ്റെ അർത്ഥം പിന്നെ ഇത്തരം ചർച്ച തിരിച്ചുവിടാനുള്ള കാര്യങ്ങളൊന്നും പ്രതിഫലിച്ചില്ല. ജനകീയ പ്രശ്നങ്ങൾക്കാണ് പ്രാമുഖ്യം കിട്ടിയത് എന്നാണല്ലോ. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ നേതാവിനെ കൂടി വിലയിരുത്തുന്നതായിരിക്കും? അങ്ങനൊന്നുമില്ല. UDF എടുത്ത എല്ലാ തീരുമാനവും ഒരുമിച്ചെടുത്തതാണ്. അല്ലാതെ പിന്നെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരാളെ വിലയിരുത്താനുള്ളതൊന്നും അങ്ങനൊന്നുമില്ല. ഞങ്ങൾ എല്ലാ തീരുമാനവും കൂട്ടായിട്ട് എടുത്തതാണ്. കൂട്ടായ വിലയിരുത്തലും ഉണ്ടാവും. അതുപോലെ തന്നെ PV അൻവർ ഉണ്ടെങ്കിൽ ഇത്രമാത്രം ഒരു സമ്മർദ്ദം UDFിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു വിലയിരുത്തലുണ്ടല്ലോ. ഇനി ഏതായാലും റിസൾട്ട് വന്നോട്ടെ, അതാ നല്ലത്. അത് വിലയിരുത്താൻ അനുകൂലമായ സൗന്ദര്യപ്പിണക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ടില്ല. അങ്ങനല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മേജർ അഭിപ്രായ വ്യത്യാസം വന്നത് പല വിഷയങ്ങളെ അധികരിച്ച് LDF ആയിട്ടാണല്ലോ, ഞങ്ങളായിട്ടല്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ചോരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇടതുപക്ഷ വോട്ടാണ് ഞങ്ങളതല്ല എന്നാ ഞാൻ പറഞ്ഞത്. ശരി, എന്താണെങ്കിലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ്. അതിൻ്റെ കാരണങ്ങളുമാണ് അദ്ദേഹം പങ്കുവച്ചത്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.